പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങാക്കൊത്ത്, ഏലക്കായ, കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ച അരി. ഇത് മാറ്റി വെച്ച ശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓണാക്കി അതിലേക്ക് വയ്ക്കുക. അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ചൂടായി വന്നിട്ടുണ്ട്. നന്നായി തീ കൂട്ടേണ്ടതില്ല, തിളച്ച് പോവും. റെഡിയായി വന്ന ശർക്കര തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാവുന്നതാണ്. തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. റെഡിയായ വന്ന് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കഴുകി കുതിർത്ത് വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ച ഈ ശർക്കര അരിച്ച് നമുക്ക് അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേറെ വെള്ളം ചേർക്കേണ്ടതില്ല. ഈ അരി അരയുന്നതിന് ആവശ്യമായ വെള്ളം ഈ ശർക്കരപ്പാനി ആയിട്ടാണ് എടുക്കുന്നത്. അരിച്ച ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ, കാരണം അതിൻ്റെ അടിയിൽ കല്ല് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അരിക്കാവശ്യമായ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏലക്കായ ചേർത്ത് നന്നായി അരച്ച് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതീയിലാണ് ഇളക്കി റെഡിയാക്കേണ്ടത്. തീ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് കൂടി രേഖപ്പെടുത്തണേ. റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വയ്ക്കാവുന്നതാണ്. കുഴി നികക്കുന്നതിനായി അല്പം വെളിച്ചെണ്ണയും രുചിക്ക് വേണ്ടി അല്പം നെയ്യും കൂടി 2 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂട് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ കയ്യിൽ മാവായി കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ മാവ് അല്പം പുറത്തേക്ക് വന്നിട്ടുണ്ട്. കുഴിയിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഇത്. അതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.